ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ, നാളെ പിറ കണ്ടാൽ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലേക്ക് നാം കടന്നു ചൊല്ലുകയാണ്. ശഅബാൻ മാസത്തിലേക്ക് കടന്നു ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരെ, ശഅബാന്റെ മാസപ്പിറവി കണ്ടു എന്ന് മനസ്സിലായാൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പ്രധാനപ്പെട്ട ദിക്റുകൾ, പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് പ്രിയപ്പെട്ടവരെ. തീർച്ചയായും ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കഷ്ടപ്പാടുകൾ കൊണ്ട്, കച്ചവടത്തിന്റെ നഷ്ടങ്ങളെ കൊണ്ട്, അതുപോലെ സാമ്പത്തികമായ പ്രയാസങ്ങളെ കൊണ്ട്, രോഗങ്ങളെ കൊണ്ട്, ഇങ്ങനെ എല്ലാ പ്രയാസങ്ങൾക്ക് പരിഹാരമായി നാളെ പിറ കണ്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നാം നാളത്തെ ദിവസം നാളെ ദിവസം നാം ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായി നമ്മുടെ ദുആക്ക് പ്രധാനപ്പെട്ട ഇജാബത്ത് കിട്ടുന്ന ദിവസമാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തല്ലേ. ഈ ഒരു അറിവുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ടതാണ്. ശഅബാൻ എന്ന് പറയുമ്പോൾ ഷഹ്ബാനു ഷഹ്രി എന്നാണ്. ശഅബാൻ എന്നുള്ള വാക്ക് തന്നെ അത്ഭുതമാണ്. അതിന്റെ ഓരോ അക്ഷരങ്ങൾ അത്ഭുതമാണ്. ശഅബാൻ എന്ന് പറയുമ്പോൾ 5 അക്ഷരങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ശഅബാൻ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് ഷീൻ. ഷീൻ എന്ന് പറഞ്ഞാൽ ഷറഫ് എന്നാണ്. ഷറഫ് എന്ന് പറഞ്ഞാൽ ബഹുമാനം. അതുപോലെ രണ്ടാമത്തെ അക്ഷരം ഐനാണ്. ഐൻ എന്ന് പറഞ്ഞാൽ ഉലു. ഉലു എന്ന് പറഞ്ഞാൽ മഹത്വം എന്നാണ്. മൂന്നാമത്തെ അക്ഷരം ബാ ആണ്. ബാ എന്ന് പറഞ്ഞാൽ ബിർ, ഇബാദത്ത്. ബിർ എന്ന് പറഞ്ഞാൽ ഗുണം എന്നുള്ളതാണ്. അതുപോലെ ബായിനെ നീട്ടാൻ വേണ്ടി കൊടുക്കുന്ന അലിഫ്, ഇൽഫത്ത് ഒരുമ എന്ന്. അതുപോലെ നൂൻ എന്ന് പറഞ്ഞാൽ നൂൻ പ്രകാശം. ഇതെല്ലാം തന്റെ അടിമകൾക്ക് നൽകപ്പെടുന്ന പരിശുദ്ധമായ ശഅബാൻ മാസത്തിലേക്ക് കടന്നാൽ മാസപ്പിറവി കണ്ടു എന്ന് മനസ്സിലായാൽ പ്രിയപ്പെട്ടവർ, നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ശഅബാൻ ഹുവൽ മുകഫിറു, അത് പാവങ്ങളെ പൊറുക്കപ്പെടുന്ന മാസമാണ്. റമളാൻ ഹുവൽ മുതഹറു, അത് ശുദ്ധീകരിക്കുന്ന മാസമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നഖൗ അബ്ദാനക്കും, നിങ്ങൾക്കുള്ള ശരീരത്തെ നിങ്ങൾ ശുദ്ധീകരിക്കണം. ബിസൗമി ശഅബാൻ, ശഅബാനിന്റെ നോമ്പ് കൊണ്ട്. സിയാമി റമളാൻ, റമളാന്റെ നോമ്പിന് വേണ്ടി. ഈ പരിശുദ്ധമായ മാസത്തിൽ ഇൻഷാ അല്ലാഹ് പിറ കണ്ടു എന്ന് മനസ്സിലായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ. ഈ ഒറ്റ ദിക്റുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ. ഈ ഒറ്റ ദിക്റിന്റെ പ്രിയപ്പെട്ടവരെ, ഒരു തവണ ചൊല്ലാൻ അള്ളാഹു നാളത്തെ രാത്രി തൗഫീക്ക് കിട്ടിയാൽ അവനിക്ക് രേഖപ്പെടുത്തുന്ന പ്രതിഫലം എത്രയെന്നറിയുമോ? 1000 ഇബാദത്ത് ചെയ്ത പ്രതിഫലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അമലുണ്ട്, അത് ഏതെന്ന് അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല. ആ അമല് എങ്ങാൽ നമുക്ക് ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകിയാൽ ഉറപ്പായും സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അതുപോലെ ഒരു ചിന്മയുണ്ട്, ആ ചിന്മ ഏതാണ് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടില്ല. ആ ചിന്മ നാം ചെയ്താൽ തീർച്ചയായും നരകം ഉറപ്പാണ്. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, അതിൽ ഓരോ രഹസ്യങ്ങളുണ്ട്. എല്ലാ തിന്മകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ആ തിന്മ അല്ലാഹു പറഞ്ഞു തരാത്തത്. അതുകൊണ്ട് ഒരു നന്മയുണ്ട്, ആ നന്മ ചെയ്താൽ സ്വർഗം ഉറപ്പാണ്. എന്തുകൊണ്ട് ആ നന്മ പറഞ്ഞു തന്നില്ലെന്നറിയുമോ? ആ നന്മ ഏതായെന്ന് അറിയില്ല. അതുകൊണ്ട് എല്ലാ നന്മകൾ ചെയ്യാൻ ചിലപ്പോ നാം ചെയ്യുന്ന ചില നന്മകളുണ്ടല്ലോ, നമുക്കറിയില്ല. അത് ചിലപ്പോ സ്വർഗം നിർബന്ധമാക്കുന്ന നന്മയാണ്. അതുകൊണ്ട് കിട്ടുന്ന എല്ലാ നന്മകളും നാം ചെയ്യണം. ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. ഇൻഷാ അല്ലാഹ് ശഅബാൻ കടന്നു വരുമ്പോൾ ഗഫ്ലത്തിന്റെ മാസമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഫീഹി തുർഫഉൽ അമാൽ. ആ ശഅബാനിന്റെ, റജബിന്റെയും റമളാന്റെ ഇടയിലുള്ള ശഅബാൻ, അതും ജനങ്ങൾ അശ്രദ്ധയോട് കൂടുന്ന കാണുന്ന മാസമാണ്. അതുകൊണ്ട് ഫീഹി തുർഫഉൽ അമാൽ ഇബാദ, അടിമകളുടെ അമലുകൾ ഉയർത്തപ്പെടുന്നത് ഇലാ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിമുൻ, എന്റെ അമൽ ഉയർത്തപ്പെടുന്ന സമയത്ത് ഞാൻ നോമ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ശഅബാൻ അല്ലാഹുവിന്റെ റസൂൽ നോമ്പ് നോക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇതിനെ കണ്ടിരുന്നു. അതുകൊണ്ട് ശഅബാന്റെ ദിവസം ഇൻഷാ അല്ലാഹ് പിറ കണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായാൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അതോടൊപ്പം ഈ ദിക്ർ നൽകിയാൽ, ഈ ദിക്ർ പറയുമ്പോൾ അള്ളാഹു നൽകുന്ന 1000 വർഷത്തെ ഇബാദത്തും മാത്രമല്ല 1000 വർഷങ്ങളുടെ പാവങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോൾ ചന്ദ്രക്കാൽ പ്രകാശമുള്ള മുഖവുമായി നാളെ സിദ്ദീഖീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുന്ന ഈ ദിക്ർ പാഴാക്കല്ലേ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.
ബഅദിൽ ആരിഫീന മിൻ അഹ്ലിൽ യമൻ, അഹ്ലുൽ യമനിൽപ്പെട്ട ചില ആരിഫീങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: മൻ ഖറഅ മിൻ അവ്വലി സൂറത്തു ദുഖാനിന്റെ ഇലാ ഖൗലിഹി റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ എന്നുള്ള ആയത്ത് വരെ, ഒരാളത് 8 ആയത്തുകളാണ് സൂറത്തു ദുഖാൻ 1 മുതൽ 8 വരെ ഉള്ള ആയത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, 5 മർറാത്ത്, അത് 15 പ്രാവശ്യം ഒരാൾ ഓതിയാൽ അവ്വല ലൈലത്തിൽ ശഅബാന്റെ ആദ്യത്തെ രാത്രി, ഇൻഷാ അല്ലാഹ് നാളെ പിറ കണ്ടാണ് നാളത്തെ രാത്രി ഒരാൾ ഓതി, പിന്നെ അല്ലാഹുവിനെ ഓർത്തു, ധാരാളം അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു, അൽഹംദുലില്ലാഹ് 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 അങ്ങനെ സ്തുതിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി, എന്നിട്ട് അല്ലാഹുവിനോട് ചോദിച്ചു, ദുനിയാവിനെയും ആഖിറത്തിന്റെ ഏത് കാര്യം നീ ചോദിച്ചാൽ തീർച്ചയായും അല്ലാഹുവിനതിന് ഉത്തരം നൽകും. നീ ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ? ചോദിക്ക്. സാമ്പത്തികമായ പ്രയാസമാണോ? ചോദിക്ക്. കഷ്ടമാണോ? നിനക്ക് പ്രയാസമുണ്ടോ? ടെൻഷൻ ഉണ്ടോ? ദാരിദ്ര്യമുണ്ടോ? അതിന് കച്ചവടത്തിൽ ഏത് രോഗമാണോ? നിന്റെ മക്കളുടെ വിവാഹത്തിന്റെ കാര്യം, വീടിന്റെ കാര്യം പൂർത്തിയായി കിട്ടാൻ, കെട്ടിയ വീടിൽ ബർക്കത്ത് കിട്ടാൻ, മക്കൾ സ്വാലിഹീങ്ങളാകാൻ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളുണ്ടാകാൻ, ഇങ്ങനെ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഒരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹ് ഈ പ്രയാസങ്ങൾക്കെല്ലാം പരിഹാരം നൽകണേ അല്ലാഹ്. രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ, ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. മരണം വരെ സന്തോഷകരമായ ജീവിതം ഓരോരുത്തർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് ഈ ദുഹാൻ സൂറത്ത് 8 ആയത്ത് 15 പ്രാവശ്യം ആവർത്തിച്ച് ഓതി ദുആ ചെയ്താൽ തീർച്ചയായും പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നാണ്. അതുകൊണ്ട് ശഅബാനു ജുന്നത്തുൻ മിനന്നാർ, നരകത്തേക്ക് ഒരു പരിചയാണ് ശഅബാൻ. ഫമൻ അറാദ, ഒരാൾ ആഗ്രഹിക്കുന്നു, അയ്യൽഖാനി, അല്ലാഹു പറയുകയാണ്, എന്നെ കാണാൻ അല്ലാഹുവിനെ കാണാൻ ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ 3 ദിവസം ശഅബാനിൽ നോമ്പ് നോക്കട്ടെ. ഒരാൾ ശഅബാനിൽ 3 ദിവസം നോമ്പ് നോക്കിയാൽ അല്ലാഹുവിനെ കാണാനുള്ള തൗഫീഖ് അവനിക്ക് നൽകപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾ ഒരു നോമ്പ് നോക്കിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹറമല്ലാഹു ജസദഹു അലന്നാർ, അവന്റെ ശരീരത്തെ നരകത്തേക്ക് അല്ലാഹു ഹറാമാക്കുന്നു. അവന്റെ ശരീരം പിന്നെ നരകത്തിലേക്കില്ല. നരകത്തിനോട് പറയുന്നവൻ ശഅബാനിന്റെ നോമ്പ് നോക്കിയവനാണ്, അതുകൊണ്ട് അവന്റെ ശരീരം നിനക്ക് ഹറാമാക്കിയിരിക്കുന്നു, തൊട്ടുപോകരുത്, പിന്നെ നരകം നോക്കൂല. മാത്രമല്ല, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകും. അതുപോലെ മഹാനായ അയ്യൂബ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പ്രതിഫലം നൽകപ്പെടും. മുഴുവൻ നോമ്പ് നോക്കാൻ ഉമ്മ എനിക്കൊരു തൗഫീഖ് അല്ലാഹു തന്നാൽ, ഹവ്വനല്ലാഹു അലൈഹി സഖറാത്തുൽ മൗത്ത്, മരണത്തിന്റെ സഖറാത്തിന്റെ വേദനയിൽ അല്ലാഹു ലഘൂകരിക്കും. വദഫഅൻഹു ദുൽമത്തുൽ ഖബ്ർ, ഖബറിന്റെ ഇരുളിൽ അവനിക്ക് തടയപ്പെടും. മാത്രമല്ല, മുൻകറും നകീർ, മുൻകർ അലൈഹിസ്സലാം നിന്നെ ചോദ്യം ചെയ്ത് ശല്യപ്പെടുത്താൻ അവിടെ വരികയില്ല. വസതറല്ലാഹു ഔറതുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നിന്റെ ഔറത്ത് മറക്കപ്പെടും, നിന്റെ ദോഷങ്ങളെല്ലാം മറക്കപ്പെടും, പിന്നെ സ്വർഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കപ്പെടും. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ. ശഅബാന്റെ പിറകണ്ടെന്ന് മനസ്സിലായാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ-അംനി വൽ-ഈമാൻ വസ്സലാമത്തി വൽ-ഇസ്ലാം വസ്സലാമത്തി വൽ-ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹ് ഇലാ റുഷ്ദിൻ വഖൈർ. ഇത് നാം ചൊല്ലണം. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നാം ചൊല്ലേണ്ടത് ആമന്തു ബില്ലാഹില്ലദീ ഖലഖക നാം ചൊല്ലണം. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാഹില്ലദീ ദഹബ ശഅറ റജബ് വജാഅ ബിശഅറ ശഅബാൻ എന്നുള്ളത് നാം ചൊല്ലണം. എന്തിനിതൊക്കെ ചൊല്ലുന്നത്? നോക്കൂ പ്രിയപ്പെട്ടവരെ, പിന്നെ സൂറത്തുൽ മുൽക്ക് ഓതണം. സൂറത്തുൽ മുൽക്കിൽ 30 ആയത്തുകളാണ്. ഓരോ ആയത്ത് ഓരോ ദിവസത്തിന് കാവലാണ്. ശഅബാൻ നമുക്ക് ഒരു അമലും മുടങ്ങാതെ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകും. ഒരു രോഗവും അല്ലാഹു നൽകൂല, ഒരു പ്രയാസവും നൽകൂല, ഒരു പ്രശ്നങ്ങളും നൽകൂല. സൂറത്തുൽ ദുഖാൻ ഇന്നത്തെ ദിവസം, എല്ലാ ദിവസവും നാം സൂറത്തുൽ ദുഖാൻ സൂറത്തുൽ മുൽക്ക് ഓതുന്നവരായിരിക്കാം. അന്ന് പ്രത്യേകിച്ച് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. അന്ന് സൂറത്തുൽ മുൽക്ക് പ്രത്യേകിച്ച് നാം പാരായണം ചെയ്യുമ്പോൾ ആ 30 ദിവസത്തിന് ഈ സൂറത്തുൽ മുൽക്ക് കാവലാണ്. അതോടൊപ്പം പറഞ്ഞ് സൂറത്തുൽ ദുഖാന്റെ 8 ആയത്തുകൾ പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രധാനപ്പെട്ട
ശ്രദ്ധിക്കേണ്ടത് ഷഅബാൻ ഷഹ്രി എന്നാണ്. ഷഅബാൻ എന്റെ മാസമാണെന്ന് മുത്തു റസൂൽ പറയാനുണ്ടായ കാരണം പണ്ഡിതന്മാർ പറയുന്നു, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറയാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറയാൻ അതായ കൽപ്പനവുമായി ഇറങ്ങിയ ആയത്ത് അത് ഷഅബാൻ മാസത്തിലാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. തീർച്ചയായും സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം അത് പരിഹാരമാണ്. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ നാം ഇത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നമുക്ക് വലിയ പ്രതിഫലം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഒരു അമലും നഷ്ടപ്പെടുത്തല്ലേ. നമ്മുടെ ഒരു അമലും, നമുക്കറിയുന്ന അമലുകളെല്ലാം നാം ചെയ്തു വെക്കണം. ഏതാണ് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക, ഏതാണ് ഞങ്ങളെ സ്വർഗത്തിൽ എത്തിപ്പിക്കുന്ന അമലെന്ന് നമുക്കറിയില്ല. അത് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഒരു അമലും നഷ്ടപ്പെടുത്താതെ നമുക്കറിയുന്ന എല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്യുക. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂടാൻ അല്ലാഹുവിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ. എല്ലാവരുടെ മുറാദ് നീ ഹാസിനാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും ഖൈറ് നൽകണേ അല്ലാഹ്. ഇനി വരാൻ പോകുന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ വവഫിഖ്നാ ഫീ ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തുൽ ഖുർആൻ വസായിറിൽ അമാലിൽ ഖൈറാത്തി ലിവജ്ഹിക്കൽ കരീം. ധാരാളം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, ഇതിനെല്ലാം അല്ലാഹു പ്രത്യേകമായ തൗഫീഖ് നൽകണം. അതിനുവേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തെരഞ്ഞെടുത്ത അടിമകൾക്ക് മാത്രം നൽകുന്ന തൗഫീഖാണ്. അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടുത്തല്ലേ. എല്ലാ അമലുകൾ ധാരാളം ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകേണ്ടവരാണ്, ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ടവരാണ്. സഖറാത്ത് എല്ലാവരിലേക്ക് വരും. ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് താങ്ങും തണലുമായിട്ടുള്ളത് ഇത്രത്തുള്ള അമലുകളല്ലാതെ മറ്റൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നാളെ നിന്റെ ഖബറിൽ കൊണ്ടുപോയി കടത്തപ്പെടുമ്പോൾ നിന്റെ കൂടെ നിന്റെ ഭാര്യ വരില്ല, നിന്റെ മക്കൾ വരില്ല, നിന്റെ ഇഷ്ടപ്പെട്ടവർ വരില്ല, ഈരെ സ്നേഹിക്കുന്നവർ വരില്ല. നിന്റെ കൂടെ വരുന്നത് ഇത്രത്തുള്ള അമലുകൾ മാത്രമാണ്. നാളെ നിന്റെ ഇടതുത്തോടെ മുട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ട് വരുന്ന ഒരാളുണ്ട്. ആരെ കണ്ട് നാം സന്തോഷിക്കൂ. നീ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ ആരെന്നറിയുമോ? നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. അപ്പോൾ ചോദിക്കും, എന്റെ നഷ്ടമേ, എന്റെ മക്കളെവിടെ, എന്റെ സമ്പത്തെവിടെ, അവർക്കെവിടെ, അവർക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടുവല്ലോ, ആരുമില്ലേ, ഇന്ന് ഈ ഇബാദത്ത് മാത്രമാണോ? ആ സമയത്ത് ദുഃഖിക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള അമലുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു തൗഫീഖ്